ഹാഷ്മി, ഇനി നമുക്ക് പാലക്കാട്ടേക്ക് പോയാലോ? പാലക്കാട് അല്ലേ? പാലക്കാട് ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചില്ല എന്ന നിലയിൽ വലിയ ആദ്യം മുന്നിൽ കയറി വന്നു. നമ്മൾ ശോഭയിച്ചി എന്നൊക്കെ വിളിച്ചു. അതെ. വിശാലടി അവിടെ നിന്ന് വടിയെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വിജയ ശോഭ തീ പാറുന്ന പോരാട്ടം പാലക്കാട് മണ്ഡലത്തിൽ രമേശ് പിഷാരടിയുടെ കന്നി പോരാട്ടം. അതിൽ 62,191 വോട്ടാണ് രമേശ് പിഷാരടി നേടിയത്. തൊട്ട് അടുത്ത രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ കനത്ത മത്സരം കാഴ്ചവെച്ച ശേഷമാണ് കീഴടങ്ങിയതെന്ന് നമുക്ക് പറയാം. പക്ഷേ രമേശ് പിഷാരടിയുടെ വിജയം ഏതാണ്ട് പ്രവചിക്കപ്പെട്ടിരുന്നു വളരെ നേരത്തെ തന്നെ. പക്ഷേ ഇത്തവണ വലിയ വിവാദങ്ങൾ ഉണ്ടായ മണ്ഡലമാണ് പാലക്കാട്. അവിടെ പണം കൊടുത്ത് വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന മണ്ഡലമാണ് പാലക്കാട്. അവിടെ രമേശ് പിഷാരടിയുടെ കന്നി പോരാട്ടത്തിൽ വിജയം ഉറപ്പായിരിക്കുന്നു. NMR റസാഖ് 33,931 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതൊരു ചെറിയ വോട്ടല്ല. 23.371% അദ്ദേഹത്തിന് വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. NMR റസാഖിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ വിവാദത്തിലായിരുന്നു. അത് ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയായത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇടതുമുന്നണി നേരിട്ടിരുന്നു. ഏതായാലും അവിടെ രമേശ് പിഷാരടിയുടെ വിജയം ഉറപ്പായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പരാജയം ഉണ്ടായിരിക്കുന്നു. പാലക്കാട് നമുക്ക് പൊളിറ്റിക്കൽ കൊണണ്ട്രം മണ്ഡലം എന്ന് നമ്മൾ സ്ഥിരമായി പേരിടുക. കാരണം എന്താണ് സ്കേൻ, പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കിയത് തന്ന മണ്ഡലം പാലക്കാടാണ്. അവിടെ അവസാന ഘട്ടം വരെ എന്ന് പറഞ്ഞാൽ കണ്ണാടി എണ്ണുന്നതിന് തൊട്ട് മുമ്പ് വരെ ഷാഫി പറമ്പിലിന് മുന്നിലായിരുന്നു ഈ ശ്രീധരൻ. അതിനുശേഷം ഷാഫി പറമ്പിൽ കയറി വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇക്കുറിയും അങ്ങനെ തന്നെ. ഇക്കുറിയും ശോഭാ സുരേന്ദ്രൻ കുറേയധികം റൗണ്ടുകളിൽ മുന്നിൽ നിന്നു. അതിനുശേഷമാണ് അവിടെ ആരാണ് നമ്മുടെ രമേശ് പിഷാരടി കയറി വരുന്നത്. സ്കേൻ, അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ വോട്ടിന് നോട്ട എന്നതിനപ്പുറം അവിടെ BJP മേഖലയിലേക്ക് കടക്കാൻ പോയ രമേശ് പിഷാരടി BJP പ്രവർത്തകർ തടഞ്ഞു എന്നുള്ളത് അവിടുത്തെ ഒരു ഗെയിം ചേഞ്ചറായി. എന്ന് പറഞ്ഞാൽ NMR റസാഖിന് പോകേണ്ട വോട്ടുകൾ കൂടി ആ സമയത്ത് അവിടെ BJP അധികാരത്തിലേക്ക് എത്തിയ ഈ ഒരു ടെറർ മോഡിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക ഇവിടെ ഉണ്ടാവുകയും NMR റസാഖിന് പോകേണ്ട വോട്ട് കൂടി ചിലപ്പോൾ അത് പിഷാരടിക്ക് ഗുണമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.